വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ റമദാൻ മാസത്തിൻ്റെ അവസാനത്തെ പത്തിലെ അനുഗ്രഹീതമായ വെള്ളിയാഴ്ച രാവിലാണ് ഞാനും നിങ്ങളുമുള്ളത്. അനുഗ്രഹീതവും ധന്യവുമായ ഈ റമദാൻ മാസത്തിൽ നമുക്ക് ജീവിച്ചിരിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതും ഇത്രയും ദിവസങ്ങളിൽ അള്ളാഹുവിനെ അടിമപ്പെട്ട് അവന് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുകയും നോമ്പ് നോക്കാൻ കഴിയുകയും ഒക്കെ ചെയ്തു എന്നുള്ളതും വളരെ വലിയ ഒരു ഭാഗ്യമാണ്. ആ ഭാഗ്യത്തിന് നാം അള്ളാഹുവിനെ ആദ്യമായി ശുക്ർ ചെയ്യുക, നന്ദി രേഖപ്പെടുത്തുക. റമദാന്റെ അവസാനത്തെ പത്ത്, ആദ്യത്തെ പത്ത് റഹ്മത്തിന്റെ പത്തായിരുന്നു, രണ്ടാമത്തെ പത്ത് പാപമോചനത്തിന്റെ പത്തായിരുന്നു. ഈ റഹ്മത്തും പാപമോചനവും നമുക്ക് കിട്ടിയോ എന്നുള്ളത് നമുക്കറിയില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ മാത്രം അറിയുന്ന കാര്യമാണത്. അള്ളാഹു തആല റഹ്മത്തിന്റെ പത്തിൽ, അവന്റെ അനുഗ്രഹത്തിന്റെ ആ പേമാരി പെയ്ത പത്തിൽ, ആ അനുഗ്രഹം കിട്ടിയവരുടെ കൂട്ടത്തിൽ നമ്മളെ കൂടി ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുപോലെ തന്നെ രണ്ടാമത്തെ പത്തിൽ ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് അള്ളാഹു തആല പാപമോചനം രേഖപ്പെടുത്തിയപ്പോൾ ആ കൂട്ടത്തിൽ അള്ളാഹു തആല വിനീതനായ എന്നെയും നിങ്ങളെയും കൂടി ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും സഹോദരങ്ങളെയും അള്ളാഹു തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മെ സ്നേഹിക്കുന്നവരെയും സഹായിക്കുന്നവരെയും നമുക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരെയും അള്ളാഹു തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനത്തെ പത്ത് നരകമോചനത്തിന്റെ പത്താണ്. ഈ പത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ പത്തിലെ ഇനി എണ്ണപ്പെട്ട ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ വിശുദ്ധ റമദാൻ മാസം നമ്മോട് വിട പറയുകയാണ്. നാളെ മിക്കവാറും നാളത്തെ ജുമായിൽ തന്നെ ഒട്ടുമിക്ക പള്ളികളിലും പരിശുദ്ധ റമദാനോട് വിട പറയുന്ന ഖുത്ബ നമുക്ക് കേൾക്കാൻ കഴിയും. സലാം പറഞ്ഞുകൊണ്ട് റമദാനോട് വിട പറയുന്നതായി നമുക്ക് കേൾക്കാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹീതമായി റമദാൻ മാസത്തിന്റെ ഇനിയുള്ള ഓരോ ദിവസങ്ങളും ഓരോ മണിക്കൂറുകളും ഓരോ മിനിറ്റുകളും ഓരോ സെക്കൻഡുകളും ഫലപ്പെടുത്തുന്നവരിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, നരകം അതികഠിനമാണ്, കഠോരമാണ്, ഭീകരമാണ്. നമുക്കാർക്കും സങ്കല്പിച്ച് തീർക്കുവാൻ കഴിയുന്നതിനപ്പുറമാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിശുദ്ധ ഖുർആനും നരകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഖുർആനിൽ തന്നെ സൂറത്തുൽ ബഖറ, സൂറത്തുൽ വാഖിഅ മുതലുള്ള നരകത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന നിരവധി സൂറത്തുകളുണ്ട്. നരകവാസികളെ പറ്റി വിശദീകരിക്കുന്ന സൂറത്തുകളുണ്ട്. ഇതെല്ലാം നമ്മുടെ ഈ റമദാന്റെ ഖുർആൻ പാരായണ വേളകളിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും, മുമ്പും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. പക്ഷെ ഇതൊന്നും നമ്മുടെ ഹൃദയത്തിലേക്ക് വേണ്ടവണ്ണം കയറാറില്ല. നരകത്തെക്കുറിച്ചും നരകത്തിന്റെ ഭീകരതയെക്കുറിച്ചും നാം ഓർക്കാതെ എത്ര നരകത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആനും ഹദീസും ഒക്കെ പറഞ്ഞാലും എനിക്കും നിങ്ങൾക്കും അത് വലിയ ചലനങ്ങളൊന്നും ഹൃദയങ്ങളിൽ ഉണ്ടാക്കാതെ അങ്ങനെ പോവുകയും എന്നിട്ട് അവസാനം നരകം നമ്മുടെ മുന്നിലേക്ക് വലിച്ചു കൊണ്ടുവരപ്പെടുന്ന ഒരു ദിവസമുണ്ട്. വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സഫാ വജീഅ യൗമഇദിൻ ബിജഹന്നമ യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റാ. പരലോകത്തെക്കുറിച്ച്, മഹ്ശറയെക്കുറിച്ച്, നമ്മുടെ ഓരോരുത്തരുടെയും സൽക്കർമ്മങ്ങളെയും ദുഷ്കർമ്മങ്ങളെയും പറ്റി, ദുഷ്കർമ്മങ്ങളെയും വേർതിരിച്ച് നമുക്ക് കണക്ക് രേഖപ്പെടുത്തുന്ന ദിവസത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആ ദിവസം പടച്ചവൻ വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സഫാ, അല്ലാഹുവും അവന്റെ മാലാഖമാരും അണിയണികളായി വരുമ്പോൾ, വജീഅ യൗമഇദിൻ ബിജഹന്നമ യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റാ. വജീഅ യൗമഇദിൻ ബിജഹന്നമ, നരകത്തെ മുന്നിലേക്ക് കൊണ്ടുവരപ്പെടുന്ന ദിവസം. ആ ദിവസം ഓരോ മനുഷ്യനും ചിന്തിക്കും, യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റാ. അന്നേ ദിവസമാണ് മനുഷ്യൻ ഓർക്കുക, അല്ലാഹുവേ, എന്താണ് ഞാൻ ഈ കാണുന്ന നരകം, ഇതെത്ര കഠോരമാണ്, ഇതെത്ര ഭീകരമാണ്. നരകം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ഹദീസുകൾ വ്യക്തമാക്കുന്നത്, നരകം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ നരകം നമുക്ക് കാണാൻ കഴിയുന്ന ആ അവസ്ഥയ്ക്ക് എത്രയോ കിലോമീറ്ററുകൾ അപ്പുറത്ത് വെച്ച് തന്നെ നരകത്തിന്റെ ഇരമ്പലുകൾ നമുക്ക് കേൾക്കാൻ കഴിയുമെന്നാണ്. എത്രയോ വർഷങ്ങളുടെ ദൂരത്ത് വെച്ച് തന്നെ നരകത്തിന്റെ ഇരമ്പൽ, ഭീകരമായ ഇരമ്പൽ നമുക്ക് കേൾക്കാൻ കഴിയും. ആ നരകം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നതിന് എത്രയോ കിലോമീറ്ററുകൾക്കപ്പുറം വെച്ച് തന്നെ അതിന്റെ തീ അടിച്ചു വീശുന്നതോടുകൂടി മനുഷ്യ ശരീരം കരിഞ്ഞ് ഉരുകാൻ തുടങ്ങുന്ന അവസ്ഥയുണ്ടാകുമെന്ന്. ഇങ്ങനെ എത്രയോ ഹദീസുകളാണ് നരകത്തെക്കുറിച്ച് പറയുന്നത്. അതിഭീകരമായ ആ നരകത്തിൽ ഒരു സെക്കൻഡ് നരകത്തിൽ കിടക്കേണ്ടി വന്നു പോയാൽ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നാം ആരും അനുഭവിച്ചിട്ടുള്ള ഒരു വിഷമവും അതിന് തുല്യമാവില്ല.
ഒരൊറ്റ സെക്കൻഡ് നരകത്തിൽ കിടക്കേണ്ടി വന്നു പോയാൽ, എന്നാൽ ആ നരകത്തിൽ നിന്ന് അല്ലാഹു തആല രക്ഷപ്പെടുത്തുകയും അനുഗ്രഹീതമായ അവന്റെ സ്വർഗം നമുക്ക് തരികയും ചെയ്താൽ, ആ സ്വർഗത്തിൽ ഒരു സെക്കൻഡ് അനുഭവിക്കാൻ നമുക്ക് ആ സ്വർഗത്തിന്റെ സുഖം ആസ്വദിക്കാൻ കഴിഞ്ഞാൽ, ലോകത്ത് നാം അനുഭവിച്ചിട്ടുള്ള ഏത് സുഖങ്ങളെക്കാളും വലിയ സുഖമായിരിക്കും അതെന്ന് മാത്രമല്ല, ലോകത്ത് നാം അനുഭവിക്കേണ്ടി വന്ന എല്ലാ വിഷമങ്ങളെയും ദുഃഖങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്ന, അതെല്ലാം മറന്നുപോകുന്ന, അതെല്ലാം ഇല്ലാതെ ഹൃദയത്തിൽ നിന്ന് അതെല്ലാം എന്നേക്കുമായി ഓർക്കാതെ മറന്നുപോകുന്ന അനുഗ്രഹീതമായ ഒരവസ്ഥയായിരിക്കും സ്വർഗത്തിൽ കടക്കാൻ കഴിയുക എന്നുള്ളത്. ഈ നരകത്തിൽ നിന്നുള്ള മോചനവും സ്വർഗത്തിന്റെ പ്രവേശനവും അല്ലാഹു തആല നിശ്ചയിക്കുന്ന, ദിവസവും 70,000 പേർക്ക് വീതം നരകമോചനം രേഖപ്പെടുത്തുന്ന അനുഗ്രഹീതമായ ഈ പുണ്യമായ റമദാൻ മാസത്തിന്റെ അനുഗ്രഹീതമായ ദിനരാത്രങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവുമായിട്ട് കൂടുതൽ അടുക്കാൻ, നരകത്തിൽ നിന്ന് മോചനം തേടാൻ, നരകത്തെ ഒരാൾ ദിവസം 3 പ്രാവശ്യം നരകത്തിൽ നിന്ന് മോചനം തേടി അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് നരകം അപേക്ഷിക്കുമെന്നാണ് പറയുന്നത്. പടച്ചവനെ, നിന്റെ ഈ അടിമയെ നീ നരകത്തിലിടല്ലേ, എന്നിലിട്ട് കരിപ്പിക്കല്ലേ എന്ന്. എൻ്റെ സഹോദരങ്ങൾ, ഈ ദിവസങ്ങളിൽ നരകമോചനത്തെ അധികമധികമായി ചോദിക്കുക. ചെയ്തു പോയ തെറ്റുകളിൽ ഞാനും നിങ്ങളും അള്ളാഹുവിനോട് കൂടുതൽ പശ്ചാത്തപിക്കുക. പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുക. ഇനി പാപങ്ങൾ ചെയ്യുകയില്ലെന്ന പ്രതിജ്ഞയോടെ കത്തിയെരിയുന്ന നരകത്തിന്റെ ഭീകരതയിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഈ വിനീതനായ സഹോദരനെയും കുടുംബത്തെയും ഓർമ്മിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിങ്ങളോട് ഈ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.